ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സേമിയ വെച്ചിട്ടൊരു ഉപ്പുമാവാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ്. ഇതുപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുക. വെള്ളം ചൂടായിട്ടുണ്ട്. 1 കപ്പ് സേമിയ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്തതാണ് എടുക്കുന്നതെങ്കിൽ അത് എണ്ണയിലോ നെയ്ക്കകത്തോ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. സേമിയ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി വെള്ളമെല്ലാം ഒന്ന് പോയി തീരട്ടെ. പാൻ അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. നെയ്യുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിത്തുടങ്ങി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടിയാണ്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ നേരത്തെ ഇട്ട് ഉഴുന്നുപരിപ്പിൻ്റെ ഒപ്പം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1 സവാള ചെറുതായി കട്ട് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, ടൊമാറ്റോ, 1/4 കപ്പ് ബീൻസ് ചെറുതായി കട്ട് ചെയ്തത്, വേവിച്ച് വെച്ച ബട്ടറാണ് 1/4 കപ്പ്. 2 മിനിറ്റ് വേവിച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കുക. ഇതിനകത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർക്കുക. 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് സേമിയ വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് 1 ടീസ്പൂൺ ഉപ്പ് ടോട്ടൽ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചിടുക. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണം ഈ ക്യാരറ്റും ബീൻസും എല്ലാം. ബട്ടറാണ് നമ്മൾ വേവിച്ചതാണ് കുറച്ച്. ക്യാരറ്റും ബീൻസും ഒന്ന് വേകണം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് സോഫ്റ്റ് ആവട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ബീൻസും ക്യാരറ്റും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. ഓവർ കുക്കാവരുത് കേട്ടോ, അന്നേരം നല്ലതല്ല. ഇനി നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കുക. സേമിയ വെള്ളമൊക്കെ പോയിരിക്കുക അതിൻ്റെ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കണം. ഇതിനകത്ത് ആ പച്ച കളറും ചുവപ്പ് കളറും എല്ലാം കൂടെ ആയപ്പോൾ ഒരു നല്ല ഭംഗിയില്ലേ കാണാനാണ്. ഇങ്ങനെ ഒട്ടരുത്. സേമിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തമ്മിൽ ഒട്ടരുത്. അതിനെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് പകുതി വേവിച്ച് ഊറ്റുന്നത്. 1 ടീസ്പൂൺ നാരങ്ങാനീര്, ലെമൺ ജ്യൂസ്,
കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മുടെ സേമിയയുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. സേമിയയുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.